പഴയ ആലുവ മൂന്നാർ റോഡ് യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ഞായറാഴ്ച നടത്തിയ ജനകീയ സമരത്തിൽ പങ്കെടുത്ത് നേതൃത്വം നൽകിയവർക്കെതിരെ കേസെടുത്തതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. എംപി എന്ന നിലയിൽ താൻ തന്നെയായിരുന്നു ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. തലങ്ങും വിലങ്ങും നടപടിയുമായി വനം വകുപ്പ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണെന്നും വനം വകുപ്പ് നടപടി തീക്കൊള്ളികൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണെന്നും എംപി പറഞ്ഞു. ഇവിടെ വനംവകുപ്പ് തീക്കൊള്ളി കൊണ്ട് തല ചുടയുന്നതിന് തുല്യമായിരിക്കും ഈ വിഷയത്തിൽ ഈ വിധത്തിലുള്ള ഒരു പകപോക്കൽ ഇടപെടലുകളുമായി വന്നാൽ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു നാടാകെ ഒരുമിച്ച് നിന്നുകൊണ്ട് തങ്ങൾക്ക് അവകാശപ്പെട്ട റോഡ്, രാജഭരണത്തിന്റെ കാലത്ത് ഉണ്ടായിരുന്ന റോഡ് പിൽക്കാലത്ത് ഉരുൾപൊട്ടലിൽ തകർന്നു പോയത്, അത് ബ്ലോക്ക് ചെയ്തത് പുനഃസ്ഥാപിക്കണമെന്നുള്ളൊരാവശ്യം ജനാധിപത്യപരമായി ഉന്നയിക്കുക മാത്രമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ആ സമരത്തെ ഇല്ലാതെയാക്കുവാനും സമരക്കാരുടെ മനോവീര്യം തകർക്കുവാനും വേണ്ടി നടത്തുന്ന വനം വകുപ്പിന്റെ ഇത്തരത്തിലുള്ള പാഴ്വേലകളെ ഞാൻ ഈ അവസരത്തിൽ പുച്ഛിച്ചു തള്ളുകയാണ്. തീർച്ചയായിട്ടും ഈ സമരം അതിശക്തമായ നിലയിൽ തന്നെ ഇനിയും മുന്നോട്ട് പോകും. ഇവിടെ അഭിമന്യ പിതാവിനെയും അതോടൊപ്പം തന്നെ വൈദികരെയും അതുപോലെ തന്നെ മറ്റ് സമുദായ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ ഉൾപ്പെടെ പ്രതി ചേർത്തുകൊണ്ട് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഈ കടന്നുകയറ്റത്തിനെതിരെ കൂടുതൽ ശക്തമായ നിലയിൽ സമരവുമായി മുന്നോട്ട് വരും എന്ന് സൂചിപ്പിക്കുകയാണ്. ഇത് സമരത്തിന് കൂടുതൽ ശക്തി പകരുകയും ഒരിക്കലും സമരത്തെ തളർത്തുന്ന ഒരു രീതി ആയിരിക്കില്ല ഇതുമൂലം ഉണ്ടാകാൻ പോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വനംവകുപ്പ് ഇത്തരത്തിലുള്ള ജനങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാൻ എന്നുള്ള തരത്തിൽ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ അത് പിൻവലിയുന്നതാണ് അവർക്ക് നല്ലത്. കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് അത് വഴിനയിക്കും എന്നുള്ള മുന്നറിയിപ്പ് കൂടി ഈ അവസരത്തിൽ നൽകുകയാണ്.